രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അസംബ്ലിയിലെ പ്രിവിലേജ് കമ്മിറ്റി നടപടിയെടുക്കണമെന്ന് DK മുരളി MLA സ്പീക്കർക്ക് പെറ്റീഷൻ കൊടുത്തു. അസംബ്ലിയിലെ പ്രിവിലേജ് കമ്മിറ്റിയുടെ അധികാരങ്ങൾ വളരെ വലുതാണ്. പ്രിവിലേജ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. സമാന സ്വഭാവം അല്ലെങ്കിൽ സമാന രീതിയിലുള്ള ആരോപണമുള്ള 3 പേര് അസംബ്ലിയിൽ ഇരിപ്പുണ്ട്. 3 MLAമാർക്കെതിരെ പ്രിവിലേജ് കമ്മിറ്റിയിൽ വിളിക്കുകയോ നടപടിയെടുക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. MLA മുകേഷ് അവിടെയുണ്ട്, വിൻസെൻ്റ് ഉണ്ട് MLA, അതുപോലെ എൽദോസ് കുന്നപ്പള്ളി എന്നിവർ അസംബ്ലിയിലുണ്ട്. അവരെ ആരെയും പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പാകെ വിളിച്ചു വരുത്തിയതായിട്ട് കണ്ടില്ല. പ്രിവിലേജ് കമ്മിറ്റിയിൽ അവർക്ക് ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാം. MLA വിളിച്ചു വരുത്തി പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ MLA ഹാജരാകണം. അദ്ദേഹത്തിന് പറയാനുള്ളത് അവർ കേൾക്കണം. അതിനുശേഷം അവർക്ക് നടപടി എടുക്കാം. അത് റെപ്രിമാൻഡ് ചെയ്യാം, ഒരു വാണിങ്ങോ ഒരു സസ്പെൻഷൻ കൊടുക്കാം. അസംബ്ലിയിൽ നിന്ന് ഇത്ര ദിവസത്തേന് അസംബ്ലിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരവും പ്രിവിലേജ് കമ്മിറ്റിക്കുണ്ട്. പക്ഷേ പന്തിയിൽ പക്ഷാപാതം കാണിക്കാൻ പറ്റില്ലല്ലോ. 3 പേര് അവിടെ ഇരിപ്പുണ്ടല്ലോ, MLAമാർ. സമാന കുറ്റം ചെയ്ത് ആരോപിക്കപ്പെട്ട 3 MLAമാർ. പക്ഷേ അവരെ കോടതി ശിക്ഷിച്ചിട്ടില്ല. 3 കേസിനകത്ത് ഇപ്പം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറ്റം തെളിയിച്ചു കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടാണ്. FIR സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ, അന്വേഷണം പോലും തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് പ്രിവിലേജ് കമ്മിറ്റി വിളിച്ചു വരുത്തുന്നത് പക്ഷപാതപരമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം 3 MLAമാർ അവിടെയുണ്ട്, ഇതേപോലെ നടപടി എടുക്കണമല്ലോ. ഏതായാലും DK മുരളിക്ക് തീർച്ചയായിട്ടും പ്രിവിലേജ് കമ്മിറ്റി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് MLA എന്ന സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ പ്രിവിലേജ് കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്താം, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം. അതിനുശേഷം പുറന്തള്ളണമെങ്കിൽ പുറന്തള്ളാനുള്ള അധികാരം പ്രിവിലേജ് കമ്മിറ്റിക്കുണ്ട്. പക്ഷേ പന്തിയിൽ പക്ഷാപാതം കാണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വേറെ സമാന രീതിയിൽ ആരോപണം നേരിടുന്ന 3 പേരൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുമ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു കോടതിയിൽ പോയി ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ സാധ്യതയൊന്നും ഇപ്പോഴ് രാഹുൽ മാങ്കൂട്ടത്തിനില്ല. അതേസമയത്ത് ഭരണഘടന 194 പ്രകാരം ആണ് പ്രിവിലേജ് കമ്മിറ്റി അവരുടെ അധികാരം വിനിയോഗിക്കാൻ ശ്രമിക്കുന്നത്. 194 ഭരണഘടനയിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അത് കോടതിയിൽ ചോദ്യം ചെയ്യാനൊക്കില്ല. ആ തീരുമാനം ഉൾക്കൊള്ളാനായിട്ട് കഴിയണം, അല്ലെങ്കിൽ സ്പീക്കർ ഇടപെടണം. ന്യായമായ വിശദീകരണം കൊടുക്കാനായിട്ട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം കൊടുക്കണം. അങ്ങനെ ധാരാളം പ്രിവിലേജ് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് നിയമപരമായി നമുക്കറിയാം. അത് ആർട്ടിക്കിൾ 105, 122, 194, 212 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വേണം. അത് പാർലമെൻ്ററി അതോറിറ്റി അല്ലെങ്കിൽ പാർലമെൻറ്റിലെ ഒരു നടപടിക്ക് ഭരണഘടനാപരമായ അധികാരം കൊടുക്കുന്ന വകുപ്പുകളാണ് ഞാനത് പറഞ്ഞത്. അത് ഭരണഘടനയുടെ 44ാമത്തെ അമെൻഡ്മെൻറ്റ് 1978 അതിൻ്റെ അകത്ത് ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിവിലേജ് കമ്മിറ്റിക്ക് അധികാരമുണ്ടെങ്കിലും അത് തുല്യമായിട്ട് മാത്രമേ എല്ലാവരുടെയും കാര്യത്തിൽ ചെയ്യാനൊക്കുള്ളൂ. രാഷ്ട്രീയപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഒന്നും പ്രിവിലേജ് കമ്മിറ്റി അവരുടെ അധികാരം ഒരു MLAയുടെ പുറത്ത് പ്രയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയുടെ 194 അധികാരം ഉപയോഗിച്ച് പ്രിവിലേജ് കമ്മിറ്റിക്ക് നടപടിയെടുക്കാം. ഒരു MLA വേണേൽ പുറന്തള്ളാം, അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാം, അതൊക്കെ അധികാരമുണ്ട്. എങ്കിലും അത് കേരളത്തിലെ ഇപ്പോഴത്തെ അസംബ്ലിയിൽ അതേ ആരോപണം നേരിടുന്ന 2-3 പേരുണ്ട്. അവർക്ക് കൺവിഷൻ ഉണ്ടെങ്കിൽ പ്രിവിലേജ് കമ്മിറ്റിക്ക് നടപടി അതിശക്തമായിട്ട് എടുക്കാം.
പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3 കേസിലും നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് അസംബ്ലിയിൽ പരിഗണിക്കുമ്പം നിയമവശം കൂടെ തീർച്ചയായിട്ടും അസംബ്ലിയിൽ പരിഗണിക്കേണ്ടി വരും. സ്പീക്കർ നിയമോപദേശകരുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ അത്ര എളുപ്പത്തിൽ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഒരു നടപടി എടുത്ത ഒരാളെ പുറത്താക്കാൻ കഴിയില്ല. അതിന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം വേണം. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെ തള്ളിപ്പറയുമോ ഇല്ലെന്നറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടം ഈ അസംബ്ലി തീരുന്നതിന് മുമ്പ് അസംബ്ലി വരുമോ ഇല്ലെന്നറിയത്തില്ല. വിളിച്ചു വരുത്താനുള്ള അധികാരം പ്രിവിലേജ് കമ്മിറ്റിക്കുണ്ട്. ഏതായാലും അടുത്ത ദിവസം സ്പീക്കർ അതേപ്പറ്റി ഒരു തീരുമാനമെടുക്കും. അത് പ്രിവിലേജ് കമ്മിറ്റിക്ക് DK മുരു MLA പരാതി പ്രിവിലേജ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം ഉടനെ റെഫർ ചെയ്യുമായിരിക്കാം. നിയമപരമായ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു കാര്യത്തിലേക്കാണ് അസംബ്ലി പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനകത്ത് ഒരു പ്രീസിഡൻ്റ് ഇതുവരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലെ പാർലമെൻറ്റിലെ നമുക്കറിയാം, ഇപ്പം ഡൽഹിയിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീടിൻ്റെ വസതിയിൽ കെട്ടുകണക്കിന് നോട്ട് കത്തിപ്പോയ സംഭവങ്ങളൊക്കെ അറിയാം. അതിന് ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. ആ ജഡ്ജിയെ അതിനുള്ള നടപടികൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിടെ പ്രിവിലേജ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തനിനിറം കൃഷ്ണൻ നായരെ 7 ദിവസം അന്ന് ജയിലിലിട്ട ഒരു സംഭവം കൂടെ ഉണ്ട്. പക്ഷേ അയാൾ അന്ന് അസംബ്ലിയിലെ MLAയോ അല്ലെങ്കിൽ അസംബ്ലിയിലെ ഒരു പ്രാതിനിധ്യമുള്ള വ്യക്തിയും അല്ല. അതേസമയത്ത് അസംബ്ലിയെ എനിക്ക് തോന്നുന്നത് അവഹേളിക്കുകയും നിയമസഭയെ അവഹേളിക്കുകയും ചെയ്ത ചില പത്രവാർത്തകൾ വന്നപ്പം അദ്ദേഹത്തിനെ സമൻ ചെയ്തു. പ്രിവിലേജ് കമ്മിറ്റി മുമ്പാകെ വന്ന് അദ്ദേഹത്തിന് 7 ദിവസം തടവ് പൂജപ്പുര ജയിലിലിട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ആ രീതിയിലൊരു നടപടിയിലേക്ക്, കാരണം അദ്ദേഹം വെളിയിലുള്ള ആളാണ്, അസംബ്ലിയിലുള്ള ആളാണ്. അസംബ്ലിയിലുള്ള ഒരാളെ 194 പ്രകാരം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കാൻ അധികാരമുണ്ട്, ശിക്ഷിക്കാനും അധികാരമുണ്ട്. അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ ഒക്കില്ല എന്നുള്ളതാണ് ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത്. അസംബ്ലിയിലൊരു എന്തു പറഞ്ഞാലും നമ്മൾ പല സന്ദർഭത്തിൽ വളരെയധികം വിമർശനാത്മകമായ ഡാമേജിങ് ആയ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അസംബ്ലി വന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ കോടതിയിലിട്ട് ചലഞ്ച് ചെയ്യാൻ, വ്യക്തിപരമായിട്ട് ചിലരെ ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കോടതി ചലഞ്ച് ചെയ്യാനൊക്കെ അസംബ്ലി പറയുന്നത് സ്പീക്കറുടെ പരിധിയിൽ തന്നെ നിൽക്കും. അത് പ്രൊട്ടക്ഷനുണ്ട് അവിടെ. അതുകൊണ്ട് അത് അസംബ്ലിയിലെ നടപടികളൊന്നും കോടതിയിലെ അവരുടെ പ്രസംഗങ്ങളോ അതിശയപരമായ പ്രസംഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോടതി കൊണ്ടുപോയി ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഏതായാലും പ്രിവിലേജ് കമ്മിറ്റിയുടെ നടപടികൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. കാരണം അതേ രീതിയിൽ അതേ സമാന സ്വഭാവമുള്ള കുറ്റങ്ങൾ ചെയ്ത് എന്ന് ആരോപിക്കുന്ന 3 പേരും അവിടെ ഇരിപ്പുണ്ട്. അപ്പം വ്യത്യസ്തമായ പന്തിയിൽ പക്ഷപാതം കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രിവിലേജ് കമ്മിറ്റിയുടെ നടപടി എന്താണെന്ന് ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്.